ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ. മീഡിയയെ കൊണ്ട് പാർട്ടികൾക്ക് നേരെ കഠിനമായ നീക്കങ്ങളാണ് എല്ലാ കാലത്തും BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഉപയോഗിച്ചതാണ് ED. ഇത് പലർക്കു നേരെയും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് അവരെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അവര് അതിനെതിരെ പ്രതികരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിലാകുമ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം കെജ്രിവാളിന്റെ തന്നെയാണ്. എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? പിന്നെ ആ കേസെടുത്തപ്പോൾ പടക്കം പൊട്ടിക്കല്, ഇതൊക്കെ നടത്തിയതാണ് ആ പാർട്ടി. അതുകൊണ്ടാണ് ഇപ്പോ ഈ നടപടി വന്നപ്പോ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 നേതാക്കളെങ്കിലും, ഒന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ, നേരത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ കോൺഗ്രസിന്റെയും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് ഇവിടുത്തെ റെയ്ഡിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആക്ഷേപിക്കുന്നതിനിടയായിരുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും കോൺഗ്രസിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വസ്തുതകൾക്ക് ചേരാത്ത ഒരു നിലപാടാണ്. കാരണം BJPയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പരമാവധി യോജിപ്പാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതിന് അങ്ങേയറ്റം സങ്കുചിതമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ EDയെ കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ല കരയണോ ഇത് കേട്ടിട്ട്? നിങ്ങളൊന്ന് ആലോചിക്കുക. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയനതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാമോ, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ അയഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ?